മധ്യവേനൽ അവധിക്ക് ശേഷം വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ഇവിടെ ധാരാളം കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് വളരെ ഉറങ്ങിക്കിടന്നിരുന്ന ഈ വിദ്യാലയവും അന്തരീക്ഷമൊക്കെ പഴയതുപോലെ തന്നെ നല്ലപോലെ ഉണർന്ന് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹമുള്ള രക്ഷിതാക്കൾ, ഹലോ, എല്ലാവരും റെഡിയാണോ? അറിയുന്നത് കേൾക്കാന് ആണോ? എല്ലാവർക്കും സന്തോഷല്ലേ? കുറേ ദിവസം സ്കൂളൊക്കെ പൂട്ടി ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടെ വന്ന നിങ്ങളെ എല്ലാവരെയും ആദ്യമായി എത്തിങ്ങാന സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പുതിയ കൂട്ടുകാരൻ, പുതിയ അറിവുകൾ, പുതുലോകം രചിക്കാൻ വേണ്ടി എത്തിയ നിങ്ങളെല്ലാവരും നല്ല അറിവുകൾ നേടി നല്ല ആത്മവിശ്വാസത്തോടുകൂടി സ്കൂളിൽ നിന്നും വിജ്ഞാനം നേടാൻ നിങ്ങൾക്ക് ആവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രക്ഷിതാക്കളെ, എൻ്റെ കൊച്ചുമക്കളെ, 2 മാസത്തെ വേനൽക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി വന്നെത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്കൂൾ കാലഘട്ടം വളരെ മനോഹരമായ അനുഭവങ്ങളോടുകൂടി കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അധ്യാപകരുടെ സ്നേഹവും ശാസനയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നല്ല സൗഹൃദവും നിങ്ങൾക്ക് ഒരുപോലെ ഉൾക്കൊണ്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാമല്ലേ, ഒരു വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് കുട്ടികളാണ്. ആ കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു നൽകുക എന്നുള്ളതാണ് ഇവിടെയുള്ള അധ്യാപകരുടെയും എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളുടെയും കർത്തവ്യം. ഓരോ കുട്ടിയും പഠനരംഗത്ത് നല്ല മികവിലെത്തിക്കുക എന്നുള്ള ഒരു യജ്ഞത്തിൽ അധ്യാപകർ മാത്രം യജ്ഞിച്ചതുകൊണ്ട് കാര്യമില്ല. വീട്ടിൽ രക്ഷിതാക്കൾ കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ കുട്ടികൾ വളരെ വളരെ ഉയരത്തിലെത്തും. ആ ഒരു യജ്ഞത്തിലാണ് ഈ 2025-26 അധ്യയന വർഷത്തിൽ കൂടുതൽ മികവോടുകൂടി വളരെ നല്ല റിസൾട്ടോടുകൂടി ഒരു വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നേറണമെന്നാണ് ഒരു വിദ്യാലയത്തിലെ ഏറ്റവും ഹോട്ടലിൽ കയറുന്ന നമ്മളെന്താ പറയാനായിട്ട് നോക്കുക, അവിടുത്തെ ചില്ലും അവിടുത്തെ ഇതൊന്നും അല്ലല്ലോ, അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഇവിടെ നമ്മുടെ കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാടുന്നതാരാണോ പാടുന്നതാരാണോ നല്ലൊരു പാട്ടാണോ കാക്കയുടെ ശബ്ദത്തിനും ഇമ്പമില്ല നമ്മുടെ നാവു നന്നായിരുന്നാൽ നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല കൈ കൊടുത്തേ.